പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ സമുദായം പോകുന്നത്? ഇതിൽ ജാഗ്രത പുലർത്താൻ ദീനീ പ്രവർത്തകർക്ക് ഉത്തരവാദിത്വമുണ്ട്. മാന്യ നേതൃത്വത്തിനും സമുദായ നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട്. യുവതലമുറയുടെ ഈ നാശത്തിന് നാം എല്ലാം നാളെ അള്ളാഹുവിന് മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് ഉണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എന്നോടടക്കം ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായുള്ള ജീവിതം നയിക്കുവാൻ നാം ശ്രദ്ധിക്കുകയും മറ്റുള്ളവർ ഉപദേശിക്കുകയും ചെയ്യുക. ഒരു പ്രസംഗം കൊണ്ട് മാത്രം അത് കേൾക്കുന്നവർ തെറ്റിൽ നിന്ന് പിന്മാറണമെന്നില്ല. ഓരോരുത്തർ സ്വകാര്യമായി കണ്ട് തെറ്റ് ബോധ്യപ്പെടുത്തി യഥാർത്ഥ ദീനിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അതിനെല്ലാം മഹാന്മാർ ബഹുമാനപ്പെട്ട അവസ്ഥയെ സ്ഥാപിച്ചിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദാഇ ലോകാനുഗ്രഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ആ പ്രസംഗം നാം ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ജീവനും സമ്പത്തും അഭിമാനവും പരസ്പരം സൂക്ഷിക്കണമെന്ന്. അതുപോലെ തന്നെ സഹോദരന്റെ ചോരത്തുള്ളികൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അക്രമത്തിന്റെയും ഭീകരതയുടെയും മാർഗം ഇസ്ലാമിൻ്റേതല്ല. മഹത്തായ ഇന്ത്യ രാജ്യം നമ്മെ സ്നേഹിക്കുന്നു. ഓരോ നിയമ നിർമ്മാണത്തിലും മുസൽമാന് അനുകൂലമായ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം നമ്മുടേതാണ്, നമ്മുടെ ജന്മദേശമാണ്. മക്കളുടെയും മാതാപിതാക്കളെയും എന്നെപ്പോലെ നാം ഈ രാജ്യത്തെ സ്നേഹിക്കണം എന്ന പോലെ ഈ രാജ്യത്തെ നാം എല്ലാവരും സ്നേഹിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഓരോ മുസൽമാനും ബാധ്യസ്ഥനാണ്. രാജ്യദ്രോഹത്തിന് കരുനീക്കുന്നവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ദീനിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നാം അകറ്റി നിർത്തേണ്ടതുണ്ട്. പരസ്പര സ്നേഹവും ബഹുമാനവും പുലർത്തുക. പ്രസ്ഥാനത്തിനുള്ളിലും വിശ്വാസികൾ തമ്മിലും ഐക്യം തകരാതെ നാം കാത്തു സൂക്ഷിക്കുക. തീർച്ചയായിട്ടും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കഷ്ടപ്പെടുന്നവരെ എല്ലാം തന്നെ സഹായിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നാം ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാവി തലമുറ കെലിമത്ത് തൗഹീദ് മുറുകെ പിടിച്ച് പരസ്പരം സ്നേഹിച്ച് നന്മ നിറഞ്ഞ ജീവിതം നയിച്ച് ദീനിന്റെ ഇസ്സത്ത് കാക്കുന്നവരായി ഇസ്ലാമിന്റെ വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്നവരായി യാത്ര തുടരുമ്പോഴാണ് സമസ്ത നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ ദൗത്യം നിറവേറ്റുന്നത്. അതിന് പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക രാഷ്ട്രങ്ങളിലെ ഇസ്ലാമിക ചലനങ്ങൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുല്ലപ്പൂ വിപ്ലവം ജനാധിപത്യം കൊണ്ടുവന്നു എന്ന് പലരും ആഹ്ലാദിക്കുമ്പോൾ തന്നെ കരുത്തരായ ലോക മുസ്ലിം നേതാക്കളാണ് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് എന്ന വസ്തുത ഒരിക്കലും തന്നെ മറന്നുകൂടാ. പാശ്ചാത്യ മീഡിയകൾ നൽകുന്ന വിവരം വെച്ചാണ് എല്ലാ ലോക രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ബദ്ധതയ്ക്കുള്ളിൽ ആശയക്കുഴപ്പത്തിന്റെ വിത്തുകൾ വിതക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയുന്നു എന്നത് ആശങ്കയോടെ മാത്രമേ കാണാൻ കഴിയൂ. അവിടങ്ങളിൽ എല്ലാം തന്നെ സമാധാനം നിലനിൽക്കാനും ഇസ്ലാമിക സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ഇളക്കം തട്ടാതിരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് എത്രയോ പേർ ദീനീ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് കടന്നുപോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു മഹമത്തും മായപ്പുറത്തും നൽകുമാറാകട്ടെ. അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ആ ശരീരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നാം ഇന്ന് ഇവിടെ ഈ മഹത്തായ സമ്മേളനം എന്താണ് നമുക്ക് ചെയ്യുന്ന ഉപദേശമെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും എല്ലാം ആ താടിയും ഇന്ന് ഇവിടെ